ഓക്കെ, മൊഡ്യൂൾ നമ്പർ 2. അപ്പോൾ അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇതാണ്: റോൾ ഓഫ് ഡിമാൻഡ് അനാലിസിസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ട്രാൻസ്പോർട്ട് ഡിമാൻഡ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, മോഡലിംഗ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഓഫ് ട്രാവൽ ചോയ്സസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാവൽ ഡിമാൻഡ് അനാലിസിസ് ആൻഡ് അസംഷൻസ്. നെക്സ്റ്റ് പാർട്ടായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് പ്രോസസ്, അതിൽ സിസ്റ്റം അപ്രോച്ച്, elements or stages of transportation planning process, goal, objective and constraints, trip-based and activity-based approaches for transportation planning. അപ്പോൾ ആദ്യം നമ്മൾ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ? അവിടെ ഒരു ആവശ്യകത അല്ലെ? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആവശ്യകത എന്ന് പറയുന്ന ഒരു വാക്കാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് സപ്ലൈ, ഡിമാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? വെൻ ദർ ഈസ് എ ഡിമാൻഡ് ദർ ഈസ് എ സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും എക്കണോമിക്സിലൊക്കെ. ഓക്കെ, അപ്പൊ ആവശ്യകത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ സപ്ലൈ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഓക്കെ, ഇപ്പം ട്രിപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ എങ്ങനെയാണ് ഈ ഡിമാൻഡ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ള ടോപ്പിക്സ് ഇതിൽ കവേർഡ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്റ്റെന്റ് ടു വിച്ച് കൺസ്യൂമേഴ്സ് സീക്ക് എ പ്രൊഡക്റ്റ് അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, എത്രമാത്രം ആളുകൾക്ക് അത് ആവശ്യമായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആളുകൾ അത് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിമാൻഡ് ജനറൽ ടേംസിലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ദ നമ്പർ ഓഫ് ട്രിപ്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് ആർ പ്രിപ്പയർഡ് ടു മേക്ക് അണ്ടർ എ ഗിവൺ സെറ്റ് ഓഫ് കണ്ടീഷൻസ്, ട്രിപ്പ് പ്രൈസ്, ട്രിപ്പ് ടൈം, സെക്യൂരിറ്റി, കംഫർട്ട്, സേഫ്റ്റി എക്സെട്ര. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മെൻ ബൈ ട്രിപ്പ്? ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒറിജിൻ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള വൺ വേ ട്രാവൽ ആണ് നമ്മൾ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മളത് ഫസ്റ്റ് മൊഡ്യൂളിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഓക്കെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഓക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് യാത്ര ചെയ്യുന്ന ഇപ്പൊ ഒരാള് യാത്ര ചെയ്യുന്നതിന്റെ എണ്ണം പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഒന്ന് ട്രിപ്പ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ ട്രിപ്പ് പ്രൈസ് കൂടുതലാണെങ്കിൽ, അതായത് ഒരു ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ട്രിപ്പിന്റെ എണ്ണം കുറയാം അല്ലെ? ഡെയിലി ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീക്കിൽ ട്രാവൽ ചെയ്യുന്നതിന്റെ ഒക്കെ ട്രിപ്പിന്റെ എണ്ണം കുറയാം. ഓക്കെ, ട്രിപ്പ് പ്രൈസിനെ ബേസ് ചെയ്ത്, ട്രിപ്പ് ടൈമിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും ഡിമാൻഡ് കുറയും അല്ലെ? അതായത് ആളുകൾ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ യാത്രയുടെ സെക്യൂരിറ്റി, അതിന്റെ കംഫർട്ട്, സേഫ്റ്റി ഒക്കെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഓക്കെ എത്രമാത്രം ട്രിപ്സ് ചില സാഹചര്യങ്ങളാണ് ട്രിപ്പിന്റെ പ്രൈസ്, ടൈം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന്റെ എല്ലാം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എത്രമാത്രം ട്രിപ്പുകൾ ഒരു ആൾ അല്ലെങ്കിൽ വ്യക്തി ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓക്കെ, അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ്. അല്ലെങ്കിൽ അത് അവിടെ ആവശ്യമാണ്, ഓക്കെ, റിക്വയർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വീക്കിൽ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ട്രാവൽ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ നീഡ്സ് ഓഫ് ഹ്യൂമൻസ് ടു ക്യാരി ഔട്ട് സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് അത് വരുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഇപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ? ഇപ്പൊ ജോലിയാവാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും റിക്രിയേഷനിലാവാം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ ട്രാവൽ ചെയ്യുന്നു അല്ലെ? അതായത് വെറുതെ ഇപ്പൊ ട്രാവൽ ചെയ്യാന്നുള്ള പേർപ്പസിന് വേണ്ടി ട്രാവൽ ചെയ്യല്ല അല്ലെ? വേറെ എന്തെങ്കിലും ഒരു പേർപ്പസ് അതിന്റെ പുറകിലുണ്ട്. അതായത് ഇപ്പം സ്കൂളിലേക്ക് പോകുന്നതാവാം, ഓഫീസിലേക്ക് പോകുന്നതാവാം, ഷോപ്പിങ്ങിന് പോകുന്നതാവാം, ഓക്കെ, എന്തും ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി
ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ഈസ് ജനറേറ്റഡ് ബൈ നീഡ് ഓഫ് ഹ്യൂമൻസ് ടു ക്യാരി ഔട്ട് സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീസ്. അങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ആളുകൾ പോകുന്നതാവാം. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു. ഓക്കെ, അപ്പം ജോലിക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും അവിടെ ആവശ്യമാണ്, അത് ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അതായത് വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവല്ല, ഒരു പർട്ടിക്കുലർ പേർപ്പസ് അതിനുണ്ട്. ഓക്കെ, ആ ഒരു പേർപ്പസ് ആണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ആവശ്യകത കൊണ്ടുവരുന്നത് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ആവാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അതായത് വെറുതെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വേറെ എന്തോ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അതിന് ഡിറൈവ്ഡ് ഡിമാൻഡ്, അതായത് വേറൊരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ട്രാവൽ മറ്റൊരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാവൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നാണ് പറയാം. ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ ഷോപ്പിംഗ് എന്ന് പറഞ്ഞതിന്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാവൽ വന്നിരിക്കുന്നത്. It is described as a derived demand because trips are undertaken not for the sake of traveling but rather for an expected activity at the end of a journey. Okay, ജേർണിയുടെ എൻഡിൽ വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിംഗ് ഫോർ വർക്ക്, ഷോപ്പിംഗ്, റിട്ടേണിംഗ് ഹോം, പിക്കിംഗ് അപ്പ് ഓർ ഡെലിവറിംഗ് ഗുഡ്സ്, അങ്ങനെ പല കാര്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ട്രാവൽ ഡിമാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാവൽ ഡിമാൻഡിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിന് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നും നമ്മൾ പറയും. The volumes of traffic observed or predicted at a system is therefore the interaction of travel demand and system supply. അപ്പം ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വോളിയം ഓഫ് ട്രാഫിക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുതിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്രമാത്രം ട്രാവൽ വരും അല്ലെങ്കിൽ എത്രമാത്രം ട്രാഫിക് വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ അവിടുത്തെ ഡിമാൻഡിനെയും സപ്ലൈനെയും, ട്രാവൽ ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പം ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരാൾക്ക് ഒരു വീക്കിൽ മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് പോകണം. അതിനനുസരിച്ചിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് യൂസ് ചെയ്ത് പോകും അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് അവർക്ക് എത്തിച്ചേരേണ്ട ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്യും. എന്നാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് ആളുകൾക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള അത്രയും നമ്പർ ഓഫ് ട്രാവലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വൽ വെഹിക്കിൾസുമായിട്ട് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്തെ ട്രാഫിക്കിന്റെ വോളിയം, ഓക്കെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ആ ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിന്റെയും അവിടുത്തെ സപ്ലൈനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഡിമാൻഡ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ഡിമാൻഡ് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് ഗുണകരമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഡിമാൻഡ്, അതായത് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്, ഓക്കെ, ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചും അതുപോലെ തന്നെ എത്രമാത്രം ട്രിപ്സ് ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ ആവശ്യമാണ് എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റോൾ ഓഫ് ഡിമാൻഡ് അനാലിസിസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. It provides a basis for predicting the need for a proposed transportation system in terms of passenger, freight or vehicle volumes expected to use the facility. Second one helps to provide a basis for deciding to go ahead with a proposed project or policy change. അപ്പോൾ ആദ്യത്തത് ഒരു പർട്ടിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്ക് ഒരു സ്ഥലത്ത് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിന്റെ ആവശ്യകത, ഓക്കെ, എന്താണ് അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി വരുന്നത് കൊണ്ടുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഡിമാൻഡ് അനാലിസിസ് എന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് പുതുതായിട്ട് ഒരു ഫെസിലിറ്റി നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ അത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഡിമാൻഡ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ഓക്കെ, എത്രമാത്രം ട്രാവൽ വരുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങളും റോഡുകളും ആ ഒരു ട്രാവലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് പുതിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവിടെ ആവശ്യമാണ്. ഓക്കെ എന്നുള്ള ഒരു കാര്യം, അത് ഇപ്പൊ പാസഞ്ചറിന്റെ ടേംസിലാവാം, ഗുഡ്സിന്റെ ടേംസിലാവാം, ഒക്കെ ആവാം. ഓക്കെ, അപ്പം ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ പ്രെഡിക്റ്റിംഗ് ദ നീഡ്. ആവശ്യമായിട്ടുണ്ടോ ഒരു പുതുതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഡിമാൻഡ് അനാലിസിസിൽ നിന്നും പറ്റും. ഇനി സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഫോർ ഡിസൈഡിങ് ടു ഗോ അഹെഡ്. ഇപ്പൊ ഒരു പ്രൊജക്ട് നമ്മൾ പ്രൊപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഓക്കെ, എന്നാൽ കുറച്ച് സമയം പിടിക്കുമായിരിക്കാം അല്ലെ. ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു വർക്കിന് അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടി, അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാങ്ഷനായി എല്ലാം സെറ്റായി വർക്ക് തുടങ്ങാൻ സമയമാകുമ്പോഴത്തേനും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, അവിടുത്തെ ഡിമാൻഡിന്റെ അളവ് ഒരുപക്ഷെ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചി സിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ റോഡിലുള്ള പല കാര്യങ്ങളും, ഓക്കെ, അവിടുത്തെ റോഡിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ട്രാഫിക്കിലുള്ള പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ടുള്ള പല റോഡുകളാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ പ്ലാൻ ചെയ്ത കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പക്ഷെ അവിടെ മെട്രോ കാര്യങ്ങളൊക്കെ വന്ന് അതിന്റെയൊക്കെ ഒരു റിസൾട്ടൊക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത റോഡുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങളൊന്നും അവിടെ ആവശ്യം ഉണ്ടാവില്ല, കാരണം അതൊക്കെ മെട്രോ സോൾവ് ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പം ഓരോ സമയത്തും ഇപ്പൊ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട്, ഓക്കെ, അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഡിമാൻഡ് അനാലിസിസിലൂടെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, demand analysis forecasts are vital in evaluating alternative actions at every stage of the transportation development process. ഓക്കെ, അപ്പോൾ നമ്മളൊരു വർക്ക് തുടങ്ങി. ഓക്കെ, വർക്ക് തുടങ്ങി, ഇനി ഇപ്പോൾ അതിൽ എന്തെങ്കിലും നിലവിലെ സാഹചര്യം വെച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറന്റ് ഡിമാൻഡ് സ്റ്റാറ്റസ് വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് ആക്ഷൻസ്, അതായത് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിമാൻഡ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലുവൻസസ് ദ പ്രൊപ്പോസ്ഡ് സൈസ് ഓഫ് ദ പ്രൊജക്ട് ഓർ ദ സ്കോപ്പ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഓപ്പറേഷൻ പോളിസീസ്. അപ്പൊ ഡിമാൻഡ് അനാലിസിസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ സൈസ്, ഓക്കെ, എത്രമാത്രം വലിയ പ്രൊജക്റ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ പ്രൊജക്റ്റ് ആണ് എന്നുള്ളതൊക്കെ ഈ ഡിമാൻഡ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതെങ്ങനെ നടത്തണം, ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് നടത്താൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അതിലുള്ള എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം, ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ ട്രാഫിക് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഏത് റൂട്ടിലൂടെ പോവാം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനും ഡിമാൻഡ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എത്രമാത്രം ബിഗർ ആയിരിക്കാം ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ എത്രമാത്രം സ്മോൾ ആയിരിക്കാം, ഓക്കെ, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിമാൻഡ് അനാലിസിസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ക്വാണ്ടിഫൈയിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രൊപ്പോസ്ഡ് ഫെസിലിറ്റി ഓൺ ദ പീപ്പിൾ. ഓക്കെ, അപ്പം നമുക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൊപ്പോസൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ, അതായത് ഇപ്പൊ എത്രമാത്രം ട്രാവലിലെ ടൈമിൽ മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിലവിലുള്ള ഒരു റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് 1 hour എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പാലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസിലിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ 1 hour എടുക്കുന്നത് ചിലപ്പം ഒരു 45 അല്ലെങ്കിൽ 40 minutes എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്കെ, അതായത് നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ എന്തൊക്കെ ഗുണങ്ങൾ വരുന്നു, ഓക്കെ, അതായത് നമ്പർ ഓഫ് ട്രിപ്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രമാത്രം, അല്ലെങ്കിൽ അതിന്റെ അളവ് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് ഗുണകരമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്ട്സും, ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്ട്സും നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് വാഹനങ്ങൾ വേണ്ടി വരും. ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ച് ചിലപ്പോൾ ആ ഫെസിലിറ്റീസിലൂടെ അത്രമാത്രം വാഹനങ്ങൾ റൺ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന അഡ്വേഴ്സ് ഇമ്പാക്ട്സ്, അതായത് എൻവയൺമെന്റിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻസ്, നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Knowing the expected demand at each future year helps in developing agency cost streams for preserving facilities whose deterioration or performance are influenced by usage. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു ഫെസിലിറ്റി നമ്മൾ പ്ലാൻ ചെയ്തു, അത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം ആ ഒരു ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് ഇപ്പം ഓരോ സമയത്തും ഡിമാൻഡിൽ വ്യത്യാസം വരും അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ ട്രിപ്പ് ഒരു പർട്ടിക്കുലർ സീസണിലൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചൊക്കെ ഓരോ സമയത്തിനനുസരിച്ചിട്ടും ട്രാവലിംഗ് ഡിമാൻഡ് എല്ലാം കൂടാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഓക്കെ, 1000 പേർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി പുതുതായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരു സ്ഥലത്ത് വന്നു. അപ്പൊ ഈ 1000 പേര് ജോലി ചെയ്യുന്ന ആളുകൾ അതിൽ ആ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, അപ്പം അവിടെ നോർമലി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റി പ്ലാൻ ചെയ്തപ്പം ട്രാവൽ ചെയ്യുന്നതിനേക്കാളും അല്ലെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ വെഹിക്കിൾസ് ആ റൂട്ട് പോകാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ റോഡിനോ കാര്യത്തിനൊക്കെ ഡാമേജ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റീറിയേഷൻ സംഭവിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഓക്കെ എത്രമാത്രം നമുക്ക് കോസ്റ്റ് ആവശ്യമായിട്ടുണ്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കാനൊക്കെ നമുക്ക് ഡിമാൻഡ് അനാലിസിസിലൂടെ പറ്റും. ഓക്കെ, അതായത് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഇൻക്രീസ് ആവും, ഇത്രമാത്രം ഡിമാൻഡ് ഇൻക്രീസ് ആയി ഒരു പർട്ടിക്കുലർ കാരണം കൊണ്ട്, അപ്പോൾ ഇത്രമാത്രം ട്രിപ്സിന്റെ എണ്ണം കൂടാം. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ റോഡിൽ ഡിറ്റീറിയേഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം അഡീഷണൽ കോസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ആവശ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും ത്രൂ ഡിമാൻഡ് അനാലിസിസ്. ഓക്കെ, അപ്പം ഇതാണ് റോൾ ഓഫ് ഡിമാൻഡ് അനാലിസിസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിമാൻഡ് അനാലിസിസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്.